രാത്രി തന്നെ പിറ്റേ ദിവസം രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്തെന്ന് മനസ്സിലൊന്ന് ഉറപ്പിച്ചാൽ തന്നെ നമുക്ക് പകുതി സമാധാനമാവും അല്ലേ. ഇനിയിപ്പോൾ ഇഡ്ലിക്കോ ദോശക്കൊക്കെ ബാറ്ററിയും കൂടി റെഡിയാക്കി വെച്ചാലോ മുഴുവൻ സമാധാനമായി എന്ന് പറഞ്ഞ പോലെ രാവിലെ പെട്ടെന്ന് തന്നെ പണി തീരുന്ന ഒരു ഫീലിംഗാണ് ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ഉറപ്പിച്ച് വെക്കാഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ എന്തുണ്ടാക്കും എന്ന് വിചാരിച്ച് തന്നെ കുറേ ടൈം അങ്ങോട്ട് പോയി കിട്ടും. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എന്തുണ്ടാക്കും എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ടൈമുമില്ല, ഇതൊക്കെ ആലോചിച്ചാൽ സമയം പോയും ചെയ്തു. ആ ഒരു സമയത്താണ് നമുക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ചട്നിയോ കറിയോ ഒന്നും വേണ്ട. ഇത് ഒറ്റയ്ക്ക് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ആവശ്യമില്ല. ഇതിന് മുമ്പ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാനൊരു ഹിന്ദി ചാനലിൽ കണ്ട റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 3 മുട്ട ഒരു ബൗളിലോട്ട് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പാലും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഈ മുട്ടയും പാലും ഉപ്പും കൂടി നല്ല ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഒരു 1/2 ക്യാപ്സിക്കം, 1/2 ക്യാരറ്റ്, അതേപോലെ തന്നെ 1/2 സവാള ഒക്കെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി ചേർത്തി കൊടുക്കുക. ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ് മാത്രം ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനോട്ട് എരിവിനായിട്ടുള്ള കുരുമുളക് പൊടിയും അതുപോലെ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുക. പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. അതിനിപ്പോൾ കുട്ടികളൊക്കെ കടിച്ചാൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ ആയിട്ട് മൈദപ്പൊടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ 1/2 കപ്പ് മൈദപ്പൊടിയാണ് എനിക്ക് ഇതിലോട്ട് ആവശ്യം വന്നിട്ടുള്ളത് കേട്ടോ. ഇനി മൈദപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് കിട്ടും നമുക്ക് കേട്ടോ. പ്രമേഹ രോഗികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക. ഗോതമ്പ് പൊടി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഗോതമ്പ് പൊടി ഇട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മൈദപ്പൊടിൻ്റെ അത്ര അങ്ങോട്ട് സോഫ്റ്റ് കിട്ടില്ല ഗോതമ്പ് പൊടി ആകുമ്പോൾ. മൈദപ്പൊടിയാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ. പക്ഷേ ടേസ്റ്റ് കൂടുന്തോറും നമുക്ക് ആരോഗ്യത്തിന് പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുക, അങ്ങനെ പ്രശ്നമുള്ളവർക്ക്. അപ്പോൾ അത് 1/2 കപ്പ് മൈദം കൂടി ചേർത്തിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ ചുട്ടെടുക്കാം കേട്ടോ. ഇനി ചൂടായ പാനിൽ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ദോശ, സാധാരണ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ, മസാല ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി വേണമെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് നെയ്യോ ഗിയോ ഒന്ന് ഒഴിച്ചെടുക്കുക. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കാരണം ഇത് മുട്ടയാണ്, വേഗം കരിഞ്ഞു പോകും അടിഭാഗം. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് 1 മിനിറ്റും കൂടി കുക്ക് ചെയ്താൽ നമ്മൾ അടിപൊളി മുട്ട പൊറോട്ട റെഡിയായി. അപ്പം എന്താണ് ഇതിന് പേര് കൊടുക്കുകയെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞാണ് മുട്ട പൊറോട്ട എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പേര് എന്തിട്ടാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. വെജിറ്റബിൾസും മുട്ടയും പാലും ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ ഒരു സമീകൃത ആഹാരമാണ് കേട്ടോ രാവിലെ തന്നെ കഴിക്കുന്നത്.